സോ ഇതൊക്കെയാണ് എൻ്റെ 10 മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ്. ആൻഡ് എല്ലാത്തിനും ഓരോ കാരണങ്ങളും കഥയുണ്ട് വരയ്ക്കാനായിട്ട് എന്നതാണ് മെയിൻ. നമുക്ക് എല്ലാത്തിനെ പറ്റി പറയാം. സ്റ്റാർട്ടിങ് വിത്ത് കാർട്ടൂൺ ഓഫ് നെസ്ലി. സോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഈ പടം. ഒരു കാർട്ടൂണോ എങ്ങനെ ഒരാളുടെ കാർട്ടൂൺ വരയ്ക്കാമെന്ന രീതിയിൽ വരച്ച ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. പക്ഷേ ഇത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ നിറയാൻ തുടങ്ങി. ടൊവിനോയുടെ ലുക്കുണ്ട്, ഷാറുഖ് ഖാൻ്റെ ലുക്കുണ്ട്, പിന്നെ ഷാറുഖ് ഖാൻ, നെസ്ലിൻ, ടൊവിനോ ഇവരുടെ എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ലുക്കാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഓരോ കമൻറ്റ്സ് വന്നത്. പക്ഷേ അതിലും വലിയ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നെസ്ലി തന്നെ വന്നിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചു. എൻ്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെലിബ്രിറ്റി വന്നിട്ട് ലൈക്ക് അടിക്കുന്നത്. അത് ഭയങ്കര ഹാപ്പിയുള്ള മൊമെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, എന്തിനായിരിക്കും ഇത്രയും പേര് കളിയാക്കിയിട്ടിട്ടും ട്രോൾ ചെയ്തിട്ടും നെസ്ലിൻ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചത്. യു ആർ സോ സ്പെഷ്യൽ നെസ്ലിൻ, താങ്ക് യു സോ മച്ച്. എന്നാലും ഈ ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് വരച്ചിരുന്ന ഒരു ഡ്രോയിങ് കൂടി ഉണ്ട്. ആ ഡ്രോയിങ്ങാണ് എൻ്റെ ചാനലിനെ മൊത്തം മാറ്റി വരച്ച ഡ്രോയിങ്. ആൻഡ് മൂവിങ് ടു ഡ്രോയിങ് നമ്പർ 2, മമിത ബീച്ച്. ഒരു ഫേസ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളൊരു ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലാക്കിയ വീഡിയോ ആണത്. ഫേസ് എങ്ങനെ സിമ്പിളായിട്ട് വരച്ചെടുക്കാമെന്ന്. പക്ഷേ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ സർപ്രൈസ് ആയിപ്പോയി. കാരണം പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ യൂട്യൂബ് തുറന്നിട്ടേ ഇല്ല. അതായത് നെസ്റ്റിൻ്റെ ആ പടത്തിൻ്റെ പുറകെ വീഡിയോ ഉണ്ടാക്കലും വർക്കിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് യൂട്യൂബ് തുറക്കുന്നത് പെട്ടത്. അങ്ങനെ നോക്കിയപ്പം 2000 സബ്സ്ക്രൈബേഴ്സിൽ കിടന്ന എൻ്റെ ചെറിയ ചാനൽ പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായിട്ട് അടുത്തെത്തിക്കുക. എൻ്റെ ഗെയ്സ്, ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ഓർക്കണം. അവിടെ കൊണ്ട് നിന്നില്ല. ഈ വീഡിയോ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ 1 മില്യൺ വ്യൂസ് അടിച്ചെന്നുള്ളതാണ്. ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത ട്യൂട്ടോറിയലിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കി കണ്ണ് തള്ളിപ്പോയി. ഒരുപാടൊരു ഹെൽപ്ഫുൾ ആയെന്നും താങ്ക്സ് എന്നും അതിനിടെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം ആയിട്ട് ഫുൾ കമൻറ്റ് ബോക്സൊക്കെ ഫുൾ ഓളത്തിലായിരുന്നു. ഈ വീഡിയോക്ക് ഞാൻ മമ്മിതാനെ ചൂസ് ചെയ്യാൻ കാരണം പ്രേമലു വന്ന് കത്തിയിരിക്കുന്ന സമയമാണ്. പിന്നെ പുള്ളിക്കാരിപ്പോൾ ഒരു പോപ്പുലർ ആക്ട്രസ് ആയിട്ട് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പ്രേമലുവിലെ തന്നെ ഈ ഫേസ് വരച്ചത്. ആരും ഈ ഫേസ് അധികം വരച്ചിട്ടില്ല തോന്നുന്നു. ഒരു പ്രത്യേക ഫ്രെയിമിൽ നിന്ന് എടുത്ത ഒരു ഫേസാണ്. പ്രൊഫഷണൽ ലെവലിൽ ചെയ്ത ആദ്യത്തെ ട്യൂട്ടോറിയലാണ്. ആ ട്യൂട്ടോറിയൽ തന്നെ 1 മില്യൺ വ്യൂസ് അടിച്ചു. അതാണ് നമ്മുടെ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ഡ്രോയിങ് ചലഞ്ച് എന്ന് പറഞ്ഞ് വരച്ച എൻ്റെ 3rd ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ്ങാണ് രംഗൻ ചലഞ്ച്. ഇത് ജസ്റ്റ് സാധാ ഡ്രോയിങ് അല്ല, ചലഞ്ച് ഫോർ 2 hours എന്ന് പറഞ്ഞ് ഒരു ട്വിസ്റ്റോട് കൂടി ചെയ്ത ഒരു വീഡിയോ ആണിത്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ ഒരു മാസ് ലുക്ക് തന്നെയാണ് ഇതിനകത്ത് ഞാൻ പിടിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിലൊരു പറ്റിക്കൽ പരിപാടിയുള്ളൊരു ട്വിസ്റ്റോട് കൂടി ഒരു രസത്തിന് വേണ്ടി ചെയ്ത അങ്ങനെ ഒരു വീഡിയോ ആണിത്. 5 ദിവസം കൊണ്ട് വരയ്ക്കേണ്ട ഡ്രോയിങ് 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ചലഞ്ച് വീഡിയോയിൽ ചെയ്ത് എന്നാലും സെറ്റായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് ഡ്രോയിങ് ആണ്. പിന്നെ ആവശ്യത്തിലെ ഫഹദിൻ്റെ ക്യാരക്ടറിന് അടിപൊളിയും വൈറലും ആയി ഇങ്ങനെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഈ ഡ്രോയിങ്ങിൽ ഈ ഫേസ് ചെയ്തെടുത്തു. ഇന്ന് 1.2 മില്യൺ വ്യൂസോടുകൂടി നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഈ രംഗൻ ചേട്ടൻ്റെ ഡ്രോയിങ്. ഇനി കുറച്ചുകൂടി ബാക്കോട്ട് പോകുമ്പം ഒരു 2023 വരച്ച എൻ്റെ 4th ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ് മമ്മൂക്കയുടെ ഈ ഡ്രോയിങ്. ഇത് ഞാൻ വരച്ചത് എൻ്റെ 10th ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു വെക്കേഷൻ സമയത്ത് വരച്ച ഡ്രോയിങ് ആണ്. അത് ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയലൊന്നും ഇട്ടിട്ടൊന്നുമില്ല. വീഡിയോസൊന്നും അന്ന് യൂട്യൂബൊന്നും അത്ര പോപ്പുലർ പോലെയല്ല എൻ്റെ ചാനലിൽ നിന്ന്. പക്ഷേ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു എഡിറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, യൂട്യൂബിൽ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. വലിയ വ്യൂസൊന്നും കിട്ടിയിട്ടില്ലായിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഒരു ആഴ്ച എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിലോടുകൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തൊരു മമ്മൂക്കയുടെ പിക്ചറാണിത്. മമ്മൂക്കയുടെ ഒരു വലിയ ഫാൻ ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ. പുള്ളിയുടെ ഏറ്റവും ലുക്കുള്ള ഒരു ഫോട്ടോ വരയ്ക്കണം എന്ന് തന്നെ ആഗ്രഹത്തോടു കൂടി ചെയ്ത ഫോട്ടോയാണിത്. ഏറ്റവും കൂടുതൽ വരച്ചത് മമ്മൂക്കയാണ്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അന്ന് വരച്ച് ഞാനിത് ജസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ അത്ര പോപ്പുലർ ആയില്ല. പക്ഷെ എന്നാലും എനിക്കിതൊരു സ്പെഷ്യൽ ഡ്രോയിങ് എനിക്കിന്ന്. അപ്പോൾ വാപ്പാനെ മാത്രം വെച്ച് ഞാൻ മോനെ വരയ്ക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ 5ാമത്തെ ഡ്രോയിങ് ആണ് ദുൽഖർ സൽമാൻ്റെ ഈ ഡ്രോയിങ്. പക്ഷേ ഈ പടം എങ്ങനെയാണ് ദുൽഖർ സൽമാൻ്റെ ഫാൻസിൻ്റെ അടുത്തെത്തിയെന്ന് അറിയാമോ? ആക്ച്വലി ഡ്രോയിങ് ഞാൻ എൻ്റെ 2023 ഓണം വെക്കേഷൻ്റെ സമയത്ത് വരച്ച പടമാണ്. ഇച്ചിരി പാടുവിട്ട് വരച്ച പടമാണ്. കാരണം ഇതുപോലുള്ള ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ്സൊക്കെ വരയ്ക്കാൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പൊതുവേ മടിയുണ്ടാവും. അങ്ങനെ ഒരു 1-2 ആഴ്ചയോട് ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഒരു ഡ്രോയിങ് ആണിത്. പക്ഷേ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. പോസ്റ്റ് ചെയ്തപ്പോൾ വലിയ പോപ്പുലാരിറ്റി ഒന്നും കിട്ടിയില്ല. അന്നൊന്നും വലിയ അറ്റൻഷനൊന്നും കിട്ടിയില്ല ഇതിന്. സർപ്രൈസിംഗ്ലി പെട്ടെന്നൊരു ദിവസം ദുൽഖർ സൽമാൻ്റെ ഫാൻസ് ഇത് കണ്ടു.
അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവരവരുടെ ഫാൻ പേജിൽ കൂടെ ഒക്കെ ഈ ഡ്രോയിങ് ഷെയർ ചെയ്ത് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് ദുൽഖർ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ മമ്മൂക്കയുടെ ഒക്കെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോഴും അവർ കാണണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. സോ അങ്ങനെ വരച്ചൊരു ഡ്രോയിങ് ആണ് ദുൽഖറിൻ്റെ ഈ ഡ്രോയിങ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡ്രോയിങ് ആണ്. പിന്നെ ഞാൻ ദുൽഖർ സൽമാൻ്റെ തന്നെ ഒരു ബിഗ് ഫാൻ ആയതുകൊണ്ടാണ് ദുൽഖറിൻ്റെ ഈ ഫോട്ടോ വരച്ചത്. അത് ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രോയിങ് ആയിരുന്നു. പിന്നെ DQൻ്റെ വേറൊരു മുഖം കൂടി കാണുന്ന ഒരു ഡ്രോയിങ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ദുൽഖറിൻ്റെ കുറിപ്പിലെ ഈ ഡ്രോയിങ്. ഇതാണ് എൻ്റെ 6th മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ് നമ്മൾ 2022 കൊണ്ടുപോകും. കുറുപ്പ് മൂവി റിലീസായി അത്രയും ഹിറ്റിൽ നിന്ന സമയത്ത് വരച്ചൊരു ഡ്രോയിങ് ആണ്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. കണ്ണിൻ്റെ ഭാഗമൊക്കെ നോക്കി എനിക്കറിയാം ഇംപെർഫെക്ഷൻസ് ഉണ്ട്, പ്രൊപ്പോർഷൻസ് ഒന്നും കറക്റ്റായിട്ടില്ല, ചെറിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്ന് ഈ ഡ്രോയിങ് വരച്ചപ്പം. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര വലിയൊരു ഡ്രോയിങ് ആണ്. എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ് ദുൽഖറിൻ്റെ കുറിപ്പ്. പ്രശ്നം എന്നാൽ ഞാനന്ന് ഇതിന് റെഫറൻസ് ഫോട്ടോ എടുത്തപ്പം ഇതൊരു ഈ മൂവിയിലൊരു സീനാണത്. ഈ സീനിൽ നിന്ന് എടുത്ത ലോ ക്വാളിറ്റി റെഫറൻസ് ഫോട്ടോ ആയതുകൊണ്ട് ഈ ഡ്രോയിങ്ങിന് അത്രയും സെറ്റപ്പ് ആകാൻ പറ്റിയില്ല. ഇച്ചിരി ഒറിജിനാലിറ്റി കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡീറ്റെയിലിങ് വരാൻ പറ്റാതിരുന്നത്. പക്ഷേ അത്രയും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ദുൽഖർ സൽമാനാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ദുൽഖറിൻ്റെ ഈ മാസ് ലുക്ക്, ഈ ഒരു വില്ലൻ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചാണ് ദുൽഖറിൻ്റെ ഈ പടം ഒന്ന് വരച്ച് നോക്കണമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് വരച്ച ഒരു ഡ്രോയിങ് ആണ് ദുൽഖറിൻ്റെ ഈ ഡ്രോയിങ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫുൾ ബോഡി പോർട്രേറ്റ് ഓഫ് മമിത ബൈജു ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 7th ഡ്രോയിങ് ആണ്. എൻ്റെ ഡ്രോയിങ് ലിസ്റ്റിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്. കാരണം ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്ന ഹെൽപ്പ് അത്രത്തോളം ഹെൽപ്പാണ്. ഇത് തന്ന പോലെ വേറെ വീഡിയോ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം ഞാനിത് ജസ്റ്റ് ട്യൂട്ടോറിയൽ ഹൗ ടു ഡ്രോ എ ഫീമെയിൽ പോസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ മെത്തേഡിൽ കൂടെ എങ്ങനെ ഒരു ഫീമെയിൽ പോസ് വരയ്ക്കാമെന്ന് പറഞ്ഞ് മമിതയുടെ ഈ ഫോട്ടോ വെച്ച് വരച്ചൊരു ഡ്രോയിങ് ഷോർട്ട് വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോനെ സർപ്രൈസ് ചെയ്ത് കളഞ്ഞതാണ്. അതിന് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ വീഡിയോയ്ക്ക്, ഈ ഡ്രോയിങ് തന്നെ. മമിത ബൈജുവിനെ പിന്നെയും ചൂസ് ചെയ്തു. കാരണം ഒരു തവണ മമിതേനെ വരച്ചപ്പോൾ തന്നെ എനിക്ക് അത്രയും പോപ്പുലാരിറ്റി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ വരച്ചു. പക്ഷേ ഉടനെ തന്നെ ഇതിന് വ്യൂസ് കയറാൻ തുടങ്ങി. അപ്പം ഞാൻ അറിയുന്നൊരു പോലെ വീഡിയോയ്ക്ക് ഭയങ്കര വൈറാലിറ്റി വന്നു തുടങ്ങിയതിന് ഇപ്പം 1.7 മില്യൺ വ്യൂസ് ഉള്ള ഒരു നമ്മളെ ചാനലിലെ ഷോർട്ട് വീഡിയോ ആണ് മമിതയുടെ ഈ ഡ്രോയിങ്. പക്ഷെ അതിലും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത എൻ്റെ ഈ റീലിനടിയിൽ മമിത ബൈജു കമൻ്റ് അടിച്ചു, ഞാൻ ലൈക്ക് അടിച്ചു. എൻ്റെ ഗൈസ്, ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻറ്റ്. കാരണം വീണ്ടും ഒരു സെലിബ്രിറ്റി വന്നിട്ട് മമിതേനെ വരച്ചപ്പോൾ ഷീ കമൻറ്റഡ് അറ്റ് ലൈക്ക് ഹാപ്പിനെസ് ഉള്ള മൊമെൻ്റ് ആയിരുന്നത്. ഈ വീഡിയോ എൻ്റെ ഒരു ചാനലിൻ്റെ മേജർ ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ന്യൂസിൽ എത്തിയൊരു വീഡിയോ ആണ് ഈ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ. അതിലും വലിയ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമിത ബൈജു എനിക്കൊരു ലക്കി പേഴ്സണാണ് ഇപ്പോൾ. കാരണം മമിതേനെ എപ്പോൾ വരച്ചാലും എൻ്റെ ചാനലിൽ ഒരുപാട് വ്യൂസും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കിട്ടും. സോ മമിത ഈസ് എ ബെസ്റ്റ് ആൻഡ് ലക്കി പേഴ്സൺ ടു മീ നൗ. എൻ്റെ 8ാമത്തെ ഫേവറേറ്റ് ഡ്രോയിങ് ആണ് ലാലേട്ടൻ്റെ ഈ ഡ്രോയിങ്. ഇതെന്ന് പറഞ്ഞാൽ 2021 കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അന്നൊരു കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയം, ക്ലാസ്സസ് ഒന്നും ഇല്ലാതിരുന്ന സമയം, ഓൺലൈൻ ക്ലാസ്സുമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വരച്ച ഡ്രോയിങ് ആണ്. അന്നാണ് ഞാൻ പോർട്രേറ്റ് ഡ്രോയിങ്ങിലേക്ക് ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഇറങ്ങിയ സമയം. 1ാം ക്ലാസ് തൊട്ട് വരയ്ക്കുമെങ്കിലും വരച്ച എത്ര എക്സ്പേർട്ടായിട്ടില്ല. അപ്പം എക്സ്പേർട്ടായി വരുന്ന സമയമാണ് ഇത്. അന്ന് ഞാൻ ആർട്ടിസ്റ്റ് സച്ചിൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് അറ്റൻഡ് ചെയ്ത സമയം അന്ന് വരച്ച ഡ്രോയിങ് ആണ് ലാലേട്ടൻ്റെ ഈ ഡ്രോയിങ്. ഗ്രിഡ് മെത്തേഡിൽ വരച്ച ഡ്രോയിങ് ആണ്. എന്നാലും ഷെയ്ഡിങ് ഒക്കെ അടിപൊളി. ബട്ട് എനിക്ക് കണ്ണിൻ്റെ ഭാഗം കൊണ്ട് എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ തോന്നിയിട്ടുള്ളൊരു ഡ്രോയിങ്. എന്നാലും നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് എനിക്ക് ഈ ഡ്രോയിങ്. ആൻഡ് 9ാമത്തെ എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ് ആണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രോയിങ് കൂടിയായ ഹണി റോസിൻ്റെ ഈ ഡ്രോയിങ്. ഈ ഡ്രോയിങ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ബേസ് ഉള്ളതുകൊണ്ടും ഒരുപാട് അറ്റൻഷൻ കിട്ടും, വ്യൂസ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം, ചിലപ്പോൾ ഹണി റോസിനെ കാണുമോ നോക്കാം. ഒരു നൈസ് ഡ്രോയിങ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആണിത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രോയിങ് ആണ് എൻ്റെ ലൈഫിൽ ഞാൻ വരച്ചിട്ടുള്ളത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഡ്രോയിങ്. ഇതുവരെ കാണിച്ചില്ല, ലാസ്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്. അതാണ് എൻ്റെ 10ാമത്തെ ഡ്രോയിങ്, മമ്മൂക്കയുടെ ഭീഷ്മപർവ്വത്തിലെ ഈ ഡ്രോയിങ്. ഗൈസ്,
മമ്മൂക്കയുടെ ഭീഷ്മപർവ്വത്തിലെ മൈക്കിളപ്പനെ ഇതുപോലെ ഒന്ന് വരയ്ക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. കാരണം മമ്മൂക്കയുടെ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്നൊരു പടമായിരുന്നു ഭീഷ്മപർവ്വം. ഇത് നമ്മുടെ 2022 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ഡ്രോയിങ് ആണ്. അന്ന് ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് മമ്മൂക്കനെ തന്നെ ഈ ഒരു നല്ല മാസ് ലുക്കിൽ തന്നെ വരയ്ക്കണം എന്ന് ഓർത്ത് വരച്ചൊരു ഡ്രോയിങ് ആണ്. ഏകദേശം 2 ആഴ്ച സമയത്തിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് വരച്ചൊരു ഡ്രോയിങ്. ഈ ഡ്രോയിങ്ങിന് അതുപോലെ അത്രയും ഡീറ്റെയിൽ കൊടുത്തേക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നുന്നത്. എന്താണെന്നറിയില്ല, പക്ഷേ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയ ഡ്രോയിങ് ആണ് എൻ്റെ ഈ 10th ഫേവറേറ്റ് ആയിട്ടുള്ള മമ്മൂക്കയുടെ ഭീഷ്മപർവ്വത്തിലെ ഡ്രോയിങ്. മമ്മൂക്കയുടെ ഫാൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിലും വലിയ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിത് മമ്മൂക്കയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോർജ് മമ്മൂട്ടി എന്ന് പറഞ്ഞ സാറിന് അയച്ചു കൊടുത്തു. എന്ന് റിക്വസ്റ്റ് ചെയ്തു, അന്ന് മമ്മൂക്കയെ കാണിച്ചു കൊടുക്കുക. ഒരുപാട് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു പടം കാണിച്ചു കൊടുക്കണം. അങ്ങനെ അദ്ദേഹം തംസപ്പ് ചെയ്ത് റെസ്പോണ്ട് ചെയ്തു, ഓക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം മമ്മൂക്ക ഇത് കണ്ടിട്ടുണ്ടാകും തന്നെയാണ്. ആൻഡ് ഞാൻ വരച്ച എല്ലാ പടങ്ങളും നിങ്ങളെ കാണിച്ചെങ്കിലും നിങ്ങൾ കാരണമാണ് നമ്മുടെ ചാനലിൽ നിന്ന് 100K സബ്സ്ക്രൈബേഴ്സ് അടുത്ത് വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ടിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഒരു ഗോളേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ, 100K സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും വേറെ ഒന്നും ചോദിക്കുന്നില്ല, ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. കൈൻഡ്ലി നിങ്ങൾ നമ്മുടെ ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ 100K ഫാമിലിയിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് നീ കാണാം. താങ്ക് യു സോ മച്ച്.